ഹലോ ഗായ്സ്, നമ്മൾ ലണ്ടനിലെ ഒരു റെയിൽവേ സ്റ്റേഷനാട്ടാ. നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ്. നമ്മൾ ദുബായിക്കുള്ള യാത്രയാണ്. ദുബായിക്കുള്ള യാത്രയിൽ ട്രെയിനിലാണ് എയർപോർട്ടിലോട്ട് പോകുന്നത്. ഗാറ്റ്വിക്ക് എയർപോർട്ട്. അവിടെ നിന്ന് എമിറേറ്റ്സിൽ നമ്മൾ ദുബായിക്ക്. അപ്പോൾ ഒരു കൊച്ചു യാത്ര. അപ്പോൾ നമുക്ക് ഗാറ്റ്വിക്കിലേക്കുള്ള ട്രെയിൻ യാത്ര ആദ്യം കാണാം. അത് കഴിഞ്ഞിട്ട് എമിറേറ്റ്സിൽ ഗാറ്റ്വിക്ക് ടു ദുബായ്. നമ്മുടെ ട്രെയിൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ട്രെയിനിൻ്റെ അകത്ത് നമുക്കിവിടെ സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം ബുക്സ് വായിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും കമ്പ്യൂട്ടറിലൊക്കെ. അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആകും. അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ അകത്തെയും പുറത്തെയും കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് ഗാറ്റ്വിക്ക് എയർപോർട്ടിലോട്ട് പോകട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ട്രെയിൻ. Please be aware that these are only valid on certain routes and at specific stations. Ensure you have a valid ticket for your entire journey by checking the route maps by the entrance doors. Failure to present a valid railway ticket may result in a penalty fare of at least £100. Here for the Circle Riverboat services from Blackfriars Pier, the South Bank and the Tate Modern. The doors will open automatically at the next station. Please mind the gap between the train and the platform. ഇപ്പോൾ പുറത്ത് കാണുന്നത് ലണ്ടൻ ബ്രിഡ്ജ് ആട്ടോ. ഇപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അത് ലണ്ടൻ ബ്രിഡ്ജാണ്. അപ്പോൾ ലണ്ടൻ ടൗൺ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പുറത്തേക്കൂടെ കാണുന്നത്. നമുക്ക് ട്രെയിനിലിരുന്ന് അത്ര ക്ലിയർ ആയിട്ട് ഞങ്ങൾ സൂം ചെയ്ത് പിടിക്കാൻ പറ്റത്തില്ല, എങ്കിലും മാക്സിമം കിട്ടുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇപ്പോൾ മോഡേൺ ട്രെയിനുകളൊക്കെ, അതുപോലെ തന്നെ ട്രെയിനുകളാണ് ഇവിടെ കുറേ നാളുകൾക്ക് മുൻപ് ഉള്ളതാണ്. ഓട്ടോമാറ്റിക് ഡോറും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി. നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനേക്കില്ലേ, ഏകദേശം അതുപോലെയൊക്കെയുള്ള ട്രെയിൻ തന്നെയാണ്. നല്ല സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. തണുപ്പുള്ളപ്പോൾ അവർ റേഡിയേറ്റർ ഹീറ്റർ ഓണാക്കും. ചൂടുള്ളപ്പോൾ AC ഉണ്ട്. പിന്നെ നല്ല സുഖമായിട്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് യാത്ര ചെയ്യാം, വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം. ട്രെയിൻ യാത്ര വളരെ നല്ലതാണ്. പക്ഷേ ഇവിടെ ഭയങ്കര എക്സ്പെൻസാണ് കേട്ടോ ട്രെയിൻ യാത്രയ്ക്ക്. അത്യാവശ്യം നല്ല പൈസയുണ്ട്. ചില ടൈമിലൊക്കെ ട്രെയിനേക്കാളും വളരെ ചീപ്പായിട്ട് നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് കിട്ടും. അപ്പോൾ അടുത്ത സ്ഥലങ്ങളിലും അല്ലെങ്കിൽ അടുത്ത രാജ്യങ്ങളിലേക്കും ട്രെയിനിൻ്റെ പൈസയായിട്ട് ചിലപ്പോൾ പകുതി പൈസയ്ക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെ, നല്ല രീതിയിൽ തന്നെയാണ് ഇവർ ട്രെയിൻ സർവീസ് ചെയ്യുന്നത്. For riverboat services from London Bridge, City Pier, Tower Bridge and the Shard. The doors will open automatically at the next station. Please mind the gap between the train and the platform. പല കമ്പനികളുടെ ട്രെയിനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് പല രീതിയിലുള്ള കളറുകൾ അല്ലെങ്കിൽ പല സർവീസുകൾ ഒക്കെ നമുക്കിവിടെ പരിചയമാക്കാം. ഒത്തിരി തിരക്കേറിയ സ്ഥലമാണ്. റെയിൽ പാളം കണ്ടത് നമുക്കറിയാലോ. ഒത്തിരി റെയിൽ പാളങ്ങളുണ്ട്. നഗരത്തിൽ നിന്നും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്ന ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗത്തു കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളപ്പോൾ എയർപോർട്ടിൻ്റെ അടിയിൽ റെയിൽ പാളമുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. എയർപോർട്ടിൻ്റെ അടിയിൽ ചെന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ അവിടെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് എയർപോർട്ടിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ടാക്സിക്ക് വിളിച്ച് പോകുന്നതിനേക്കാളും
ടൈം നമുക്ക് ലാഭിക്കാം, കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റും. ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അല്പം ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ട്രെയിനാണ് നമുക്ക് വളരെ സൗകര്യം. നമ്മളൊരു എയർപോർട്ടിലോട്ട് മാറുവാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സെപ്പറേറ്റ് ട്രെയിനുണ്ട്, എയർപോർട്ടിലോട്ട് ഫ്രീ സർവീസാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ടാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങി നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് എത്താൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഗാറ്റ്വിക്ക് എയർപോർട്ടിൽ എത്തിയിട്ടോ. നമ്മൾ ട്രെയിൻ കയറി ഇവിടുന്ന് ഇറങ്ങി ഷട്ടിൽ ട്രെയിൻ എടുത്തിട്ട് നോർത്ത് ടെർമിനലിലേക്കാണ് വന്നിരിക്കുന്നത്. ഡിപ്പാർച്ചർ ആയിട്ടുണ്ട്.